ഇമോഷണലി കണക്റ്റ് ആയിട്ടിരിക്കണം എന്ന് ഒന്നും കൂടെ തോന്നുന്ന ഒരു പടം. ഈ പ്രേക്ഷകരെ കരയിപ്പിക്കാനായിട്ട് ആസിഫലിക്ക് പ്രത്യേക ഒരു കഴിവുള്ളതെന്ന് അത് എന്താ പറയുക, ഈ മൂവി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡയറക്ടറുണ്ട് ദിഞ്ചിപ്പ് 4 വർഷം കഴിഞ്ഞ് ചെയ്യുന്ന പടമാണ്. അവൻ വെയിറ്റ് ചെയ്ത് എത്തി, നല്ലൊരു മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നമുക്ക് അത്രയും പ്രതീക്ഷയായിരുന്നു, ഭയങ്കര രസം, എല്ലാവരും കരയായിരുന്നു തിയേറ്ററിൽ. ഓൾറെഡി ഹിറ്റായല്ലോ, ഓൾറെഡി ഹിറ്റാണ്. എല്ലാവരും തിയേറ്ററിലിരിക്കുന്ന എല്ലാവരും കരയുന്നുണ്ടെങ്കിൽ പിന്നെ അത് ചുമ്മാ അല്ലല്ലോ. എല്ലാവരും ഇമോഷണലി തകർന്നിരിക്കുകയാണ്. ഇത്രയ്ക്ക് വേണ്ടായിരുന്നു എന്നൊക്കെ പറയണേ. ആസിഫ് അലി സൂപ്പറായിരുന്നു. ആസിഫ് അലിയാണ് കരയിപ്പിച്ചത്. ലാസ്റ്റ് ആ ക്ലൈമാക്സ് സീനിലൊക്കെ ഒരു കെട്ടിപ്പിടിക്കുന്ന സീനിലൊക്കെ തൊട്ടടുത്തിരിക്കുന്ന ആളൊക്കെ കയ്യിൽ കുളിര് വരുന്നതാണ് കാണിക്കണ്ടായിരുന്നു. അത്ര സൂപ്പറായിരുന്നു. വൺ മോർ ഗുഡ് ഫിലിം വൺ മോർ അല്ല, ഏറ്റവും ഈ അടുത്ത കാലത്ത് തന്നെ ഏറ്റവും നല്ല സിനിമയായിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു ക്യാരക്ടറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഭയങ്കരമായിട്ട് നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയലോഗ്സ്, അതുപോലെ തന്നെ നല്ല മേക്കിങ്, പിന്നെ അടിപൊളി പടം. എന്തായാലും ആസിഫിക്ക ഫസ്റ്റ് പെർഫോമൻസ്, കുട്ടേട്ടൻ ഭയങ്കര പെർഫോമൻസാണ്. ഭയങ്കര അത് ഫീലോട് കൂടി ചെല്ലാണ്ട് ഇറങ്ങി വരാൻ പറ്റില്ല. നമ്മൾ ചില ഈ ഇമോഷണൽ കാണുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ, കണ്ടിട്ട് തന്നെ മനസ്സിലാക്കും. ആസിഫ് അലിയും അതേപോലെ അപർണ ബാലമുരളിയും നല്ല രീതിയിൽ തന്നെ വിജയരാഘവനും പിന്നെ അതേപോലെ തന്നെ ജഗദീഷ് ചേട്ടൻ എല്ലാവരും നല്ല പെർഫോമൻസാണ്. നല്ല നല്ല പടമാണ്. അതായത് ഒരു സസ്പെൻസ് ത്രില്ലർ കിട്ടില്ല, നല്ല രസമായിട്ട് അതിന്റെ കഥയും നമുക്ക് കൂട്ട് ഇരുന്ന് കാണാൻ പറ്റും. അത് ലാഗടിക്കേണ്ട അടുത്ത നിമിഷം എന്തൊക്കെ വരും കാര്യം. കഥകളൊക്കെ അവസാനമാണ് അതിന്റെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നത്. എന്തായാലും ഒരു ബെസ്റ്റ് നോർമൽ ത്രില്ലർ സിനിമ പോലെ തന്നെയാണോ? ഇല്ല, അല്ല, നോർമൽ പോലെ അല്ല ഇത്. എനിക്ക് യാതൊരു ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കഥ പോലെ എനിക്ക് കണ്ടായിരുന്നു. ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. കാരണം അവസാനമാകുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റ് ഇതില് ശരിക്കും വന്നിട്ടുണ്ട്. എന്തായാലും കിടലായിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി പടത്തിന്. ത്രൂ ഔട്ട് നമുക്ക് ഫീൽ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് പടത്തിൽ നിന്ന് കിട്ടി. എന്തായാലും വളരെ വളരെ ഭംഗിയായിട്ട് എല്ലാവരും ഇപ്പോൾ ഒട്ടും വിചാരിക്കാത്ത ഒരു ടൈമിംഗ് പാട്ട് കിഷ്കിന്താകാലത്ത് നിന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും പഠിച്ചിട്ടുള്ള രാമായണം അങ്ങനെയൊന്നുള്ള കഥയുടെ തുടക്കമുള്ള അവസാനം നമ്മൾ ഒരിക്കലും സസ്പെൻസ് മുഴുവൻ സംവിധായകനെ വെച്ചത്. ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫി, ബ്യൂട്ടിഫുൾ സോ പെർഫെക്റ്റ്. എല്ലാവരും നല്ല ഇന്റൻസ് തിയേറ്ററിൽ തന്നെ ഈ ഓണം ഓണത്തിന് എല്ലാവരും തിയേറ്ററിൽ വരുന്ന എല്ലാം പല പല ജോണറിലുള്ള സിനിമകളാണ്. എല്ലാ പടത്തിലും അവരുടെ ഓഡിയൻസ് ഉണ്ട്, നമുക്കറിയാം. നമ്മുടെ എല്ലാവരുടെയും ഫെസ്റ്റിവൽ മൂഡ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി സിനിമ കാണാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഫാമിലി ക്രൗഡിനെയാണ്. എനിക്കറിയില്ല എന്താ പറയുക, സിനിമ കാണുന്ന പ്രേക്ഷകരുണ്ട്, അത് തീരുമാനിക്കണം. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് എപ്പോഴും സംഭവിക്കുക കുറേ നാൾ കഴിയുമ്പോൾ ആളുകൾ എന്തുകൊണ്ട് തിയേറ്ററിൽ ഓടിയില്ല എന്ന് പറയുന്നത് എന്നുള്ളതായിട്ട് എൻ്റെ ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത്. സിനിമ നല്ലതായിരിക്കും പക്ഷേ ഞാൻ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തിയേറ്ററിൽ വന്ന് ഫാമിലിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ മൂട്ടുള്ള സിനിമയായിട്ട് തന്നെയാണ് ആളുകൾക്ക്. സാധാരണ പറയുന്ന ആ ഒരു അവസ്ഥ ഈ സിനിമയ്ക്ക് വരുന്നത് തിയേറ്ററിൽ നല്ല പ്രേക്ഷകർ കാണുന്നതായി മാറും. കോൺഫിഡൻസ് വായിച്ച അന്ന് മുതൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റാണ്. ഡിജിറ്റൽ ഡയറക്ടർ നിൽക്കുന്നു. കക്ഷി അമ്മണിപ്പിള്ള ചെയ്തപ്പോൾ തീരുമാനിച്ചതാണ് ഇനി ചെയ്യുന്ന സിനിമ തിയേറ്ററിൽ ഓടണം. ഹാപ്പിയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നല്ല ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സിനിമ വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഇത് ഏതെങ്കിലും സംഭവമാവട്ടെ സാധനമാവുന്നത്.
കണക്റ്റഡ് ആയിട്ടുണ്ട്. സമ്മതിക്കുന്നു. നിറഞ്ഞ കണ്ണുകളുമായിട്ടാണ് എപ്പോഴും തിയേറ്റർ വിട്ട് പോകാറുണ്ട് കഴിയുന്നത്. അത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ. മൈക്കൊന്ന് മാറ്റടാ. എങ്ങനെയുണ്ട് പ്രേക്ഷകരോട് കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര കരച്ചിലും ടിക്കറ്റ് വന്ന് കെട്ടിപ്പിടിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? എനിക്കറിയില്ല, പ്രേക്ഷകർക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ സിനിമ കമ്മ്യൂണിക്കേറ്റ് ആയി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത്തരത്തിലൊരു സിനിമയ്ക്ക് ക്ലൈമാക്സ് തുടങ്ങുമ്പോൾ മുതൽ കയ്യടിയും വിസിലടിയും വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പേഴ്സണലി തിയേറ്ററിൽ കാണുന്നത്. ആളുകൾക്ക് അത് അവസാനം അതിൻ്റെ സത്യം അറിയാൻ വേണ്ടിയുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അടിപൊളിയാണ്. യെസ്, ഒത്തിരി ആഗ്രഹിച്ചൊരു സിനിമയാണിത്. നന്നായിട്ട് വരണം എന്നുണ്ടായിരുന്നു. കാര്യം കക്ഷി അമ്മിണിപ്പിള്ള ഇതുപോലെ തന്നെയായിരുന്നു ഡിജിത്തിനൊപ്പം ചെയ്തപ്പോൾ. തിയേറ്ററിൽ ആളുകൾക്ക് മനസ്സിലാവാതെ പോവുകയും പിന്നീട് അത് ചർച്ചയാവുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ തന്നെ വരണം. ബാഹുലിൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റാണ്. ഇത് പറഞ്ഞപ്പോൾ മുതൽ ഈ സിനിമയ്ക്ക് ഒരു പുതുമയുണ്ടായിരുന്നു. മേ ബി ഒരു കമ്പയർ ചെയ്യാൻ എനിക്കറിയില്ല, എന്നാലും നമ്മൾ ദൃശ്യമൊക്കെ കാണാൻ പോയൊരു ഫീൽ, ഒരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഫാമിലി ഡ്രാമ കാണാൻ പോകുന്നു. ആ സിനിമയ്ക്ക് ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് മാറുന്നു. ആ ക്യൂരിയോസിറ്റി അവസാനം വരെ നിലനിർത്തുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഈ സിനിമയ്ക്ക് സംഭവിച്ചു, ആഗ്രഹിച്ച പോലെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. ഉറപ്പായിട്ടും എനിക്ക് ഫസ്റ്റ് ഡേ പേഴ്സണലി കണ്ടപ്പോൾ ഇതിന് വിഷ്ണു അടിച്ചു താങ്ക് യു, അടിപൊളി. ഞാൻ അസിക്ക് കരയുന്നത് എത്രയോ വട്ടം കണ്ടിരിക്കുന്നു. ഇത് വേറെയാണ്, ഇത് ട്രൂലി വേറെയാണ്. ഞാനിപ്പോൾ അർജുൻ ബ്രോയോട് പറയുന്നത്, നമ്മുടെ ഈ സ്പാനിഷ് കൊറിയൻ പടമൊക്കെ നെറ്റ്ഫ്ലിക്സിലാകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ നമുക്ക് ഇങ്ങനെ ഒരു സാധനം. ട്രൂലി ഇന്റർനാഷണൽ പൊടിച്ചടിച്ചു. ചേട്ടൻ്റെ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസിനാണ്. അതെ, കുട്ടേട്ടൻ്റെ എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് പല സമയത്തും ഗോഡ് ഫാദറിൽ അദ്ദേഹത്തിൻ്റെ ഫാദർ ചെയ്തൊരു ക്യാരക്ടർ ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായി വേറൊരു ഇതുവരെ വിജയരാഘവൻ എന്ന് പറഞ്ഞ ആക്ടറിനെ നമുക്ക് എത്രയോ വർഷമായിട്ട് എത്രയോ അപ്പൂപ്പൻ റോൾസും അച്ഛൻ റോൾസും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഇപ്പം ആ ജനറേഷനിൽ നിന്ന് വന്ന് ഒരുപാട് ആക്ടേഴ്സ് നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ കുട്ടേട്ടനാണ്. എനിക്ക് ഭയങ്കര, ഞാൻ കുട്ടേട്ടനെ കാണാൻ ഫൈനൽ ഹഗ്ഗിൽ നിങ്ങൾ കഴിഞ്ഞിരുന്നു. ഫൈനൽ ഹക്കിൽ നമ്മൾ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നത് ഇത് ഞാനങ്ങനെ ഈ സിനിമയ്ക്ക് ഇപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയുന്നോണ്ട് പറഞ്ഞില്ല, ഇതിൽ ഇമോഷണൽ സീൻസ് എല്ലാം ഓൾമോസ്റ്റ് ഒറിജിനലായിട്ട് തന്നെ ഷൂട്ട് ചെയ്തതാണ്. കാര്യം ഒരു കുട്ടിയുള്ള ഒരു അച്ഛനുള്ള ആർക്കും ഈ സിനിമ സമാധാനത്തോടെ അഭിനയിക്കാനും കാണാനും പറ്റില്ല. അപ്പോൾ ഹാപ്പി നല്ല മൂവി, സ്ലോ പേസ്ഡ് മിസ്റ്ററി ത്രില്ലറാണ്. സെക്കൻഡ് നമുക്ക് രസമാണ്, ക്ലൈമാക്സ് നല്ല രസം. തിയേറ്റർ ഒന്നും പറയണ്ടല്ലോ, ഇപ്പം പുള്ളി ചെയ്യുന്ന പടങ്ങളൊക്കെ ഇപ്പം തലവനാണെങ്കിലും അഡിയോസ് ആണെങ്കിലും എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്നത്. നല്ല ആക്ടറാണ്. സോ ഹാപ്പി പോയി. കണ്ടന്റിലാണ് ഏറ്റവും എപ്പോഴും അതിൻ്റെ ആക്ടർ ഒന്നും കണ്ടന്റാണ്. കണ്ടന്റ് വിശ്വസിക്കാമെന്നില്ല, നന്നായിട്ട് വർക്കൗട്ട് ആകുന്നത് ഞങ്ങൾ അന്നേ ഇപ്പോൾ ആസി പറഞ്ഞു. ആദ്യം തന്നെ വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു എനർജി ആസിയന് നമ്മൾ അന്ന് കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടിക്കൽ ഇവിടെയും റിപ്പീറ്റ് ചെയ്തു. കണ്ടന്റാണ് സ്ക്രിപ്റ്റ്, ബാഹുലിൻ്റെ സ്ക്രിപ്റ്റ്. ഈ ആസിക്കനെ പുതിയ വല്ല ആക്ടിങ് സ്കൂളിലെങ്ങാനും കൊണ്ടുപോയിട്ടിരുന്ന ഭയങ്കര മാറ്റം. പണ്ട് മോശം നടനായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, കംപ്ലീറ്റ്ലി പുതിയതാണ്. അദ്ദേഹത്തിൻ്റെ കരച്ചിൽ, അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവിൻ്റെ ചിരി, അദ്ദേഹം ഓരോ തവണയും ഓരോ സിറ്റുവേഷൻസിൽ. ആസിഫിനെ ഞാൻ കക്ഷി നമ്മളിപ്പോൾ മുതൽ നോട്ട് ചെയ്തിട്ട് ഇയാളെ വേറൊരു തലത്തിൽ കൊണ്ടായിരുന്നു. 100% അത് കറക്റ്റായിട്ട് ആ സ്ക്രിപ്റ്റ് കിട്ടിയിരുന്നില്ല. നല്ല മെച്ചുവേർഡായിട്ടുള്ള എന്നാൽ ആസിൻ്റെ സെയിം ഒരു നിയർ ബൈ ഏജ് തന്നെയാണ് ഈ കഥ പറയുന്നത്. ആസി അത് ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വിജയരാഘവന്റെ മാത്രം ഈ സിനിമയ്ക്കകത്ത് വരുന്ന ഒരുപാട് മാനറിസങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രമാത്രം സംസാരം പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട്? നിങ്ങൾ എത്ര ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? അല്ല, വിജയ് കുട്ടേട്ടന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു പടത്തിന് ഒരു അനുഭവം ഒരു വർഷം മുന്നേ. അപ്പോൾ ഇത് ആക്ച്വലി മുന്നേ പ്ലാനിലായിരുന്നു വിജയരാഘവന്. മുന്നേ നമ്മൾ പക്ഷേ ഒരു ബാഹുലി ഇത് എഴുതുമ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഒരു റെഫറൻസ് എടുത്തത് NN പിള്ള സാറിനെയാണ്. അപ്പോൾ കറക്റ്റ് കോയിൻസിഡൻസ് ആയിട്ട് നമുക്ക് വിജയരാഘവന് കിട്ടിയിരുന്നില്ല. 100%
വിജയരാഘവൻ തന്നെയാണ് ഇതിന് ആപ്റ്റായിട്ടുള്ള കഥാപാത്രം. പുള്ളി കരയുമ്പോൾ ക്ലൈമാക്സ് നമ്മൾ കരഞ്ഞു. ആൻഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കൊള്ളായിരുന്നു. നമ്മൾ സ്ഥിരം കാണുന്നതല്ല, നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഡിഫറെൻ്റ് ആയിരുന്നു. സോ ലൈക്ക് സ്ലോ കേസാണ്, പക്ഷേ എനിക്ക് അങ്ങനെ ലാഗ് ഫീൽ ചെയ്യില്ല. കാരണം എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഫിലിം സ്റ്റാർട്ട് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് വരുമ്പോൾ ക്ലൈമാക്സ് ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ്, എന്നാൽ ഇമോഷണൽ ടച്ച്, ചെറിയൊരു സെൻറ്റിമെൻറ്റ്സ്, ഒരു ഇമോഷണൽ മൂവിയാണ്. കുറച്ച് എന്താ പറയുക, നമ്മൾ കാണുമ്പോൾ കണ്ടറിയും. സോ പെർഫോമൻസ് ക്ലൈമാക്സ് അടിച്ചു. റേറ്റിംഗ് കൊടുക്കുക നമ്മൾ ആളില്ല. ബട്ട് മൂവി നല്ലൊരു മൂവിയാണ്. ആസിഫറുടെയും വിജയരാഘവൻ ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. എല്ലാവരും സോ എന്തായാലും വീട്ടിലൊന്നും കാണാൻ വേണ്ടി എക്സൈറ്റ്മെന്റ് എനിക്ക് ഫസ്റ്റ് ഡേ തൊട്ടുണ്ടായിരുന്നു, അഭിനയിക്കുമ്പോഴുണ്ടായിരുന്നു. കുട്ടേട്ടനൊക്കെ ആയിട്ട് അറിയാലോ, വലിയൊരു അങ്ങനത്തെ ഒരു നേച്ചറാണ്. എല്ലാ ടിപ്സും പറഞ്ഞു ആയിരുന്നു. ഇതിനെപ്പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും എല്ലാവരും സിനിമ ആണ് വിജയിപ്പിക്കുക. താങ്ക് യു. എല്ലാവരും മ്യൂസിക്കും അഭിനയവും സ്ക്രിപ്റ്റും എല്ലാം സൂപ്പറാണ്, ഒന്നും പറയാം.